വെൽക്കം ബാക്ക്. സ്റ്റീം എഞ്ചിൻ, ആവി എഞ്ചിൻ, വെള്ളം തിളച്ചുണ്ടാവുന്ന നീരാവി കൊണ്ട് ഓടുന്ന എഞ്ചിൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ആ സ്റ്റീം എഞ്ചിൻ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വെള്ളത്തിന്റെ നീരാവി കൊണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യിക്കാം എന്ന അറിവ് മനുഷ്യന് കിട്ടിയത് ക്രൈസ്റ്റിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ 1606 സ്റ്റീം പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആദ്യമായിട്ട് പാറ്റന്റ് ചെയ്യപ്പെട്ടത്. അതൊരു വാട്ടർ പമ്പായിരുന്നു. പക്ഷെ കൊമേഴ്ഷ്യലി യൂസ് ചെയ്ത ആദ്യ സ്റ്റീം പവേർഡ് മെഷീൻ കണ്ടെത്തിയെന്ന പേര് തോമസ് സാവറി എന്ന ബ്രിട്ടീഷ് ഇൻവെന്റർക്കാണ്. പിസ്റ്റണും സിലിണ്ടറും ഉള്ള ആദ്യ പ്രാക്ടിക്കൽ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയത് തോമസ് ന്യൂകോമൺ എന്ന ഇംഗ്ലീഷുകാരനാണ്. ഇന്ധനം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആദ്യ പ്രാക്ടിക്കൽ എഞ്ചിൻ 1712 അത് ആദ്യമായിട്ട് കൊമേഴ്ഷ്യലി ഉപയോഗിച്ചത്. മൈനുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീക്കാനാണ് അത് ഉപയോഗിച്ചത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഹോഴ്സ് പവർ എന്ന യൂണിറ്റ് കണ്ടെത്തിയ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറുടെ കണ്ടുപിടുത്തങ്ങളാണ് സ്റ്റീം എഞ്ചിനെ ഇന്നത്തെ രീതിയിലാക്കിയതെന്ന് പറയാം. 1760 ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്ന ആ സമയത്ത് അതിന് ഏറ്റവും സഹായകരമായ ടെക്നോളജി. ഫാക്ടറികളിൽ മാത്രമല്ല, കപ്പലുകളുടെയും ട്രെയിനുകളുടെയും കാറുകളുടെ പോലും എഞ്ചിനായി മനുഷ്യന്റെ ദീർഘദൂര യാത്ര പോലും വിപ്ലവാത്മകമാക്കി. വിറക് മുതൽ കൽക്കരി, പെട്രോളിയം ഫ്യൂവൽ, അങ്ങനെ എന്തും കത്തിച്ച് ആ ഹീറ്റ് എനർജി വെള്ളത്തിലേക്ക് കൈമാറി അതിനെ നീരാവിയാക്കി അതിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് സ്റ്റീം എഞ്ചിനിൽ നടക്കുന്നത്. അത് സിലിണ്ടറും പിസ്റ്റണും ചേർന്ന എഞ്ചിനുമാവാം, ടർബൈൻ എഞ്ചിനുമാവാം. ഇപ്പോൾ പ്രധാനമായിട്ടും വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള ടർബൈനിലാണ് സ്റ്റീം എനർജി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ആദ്യകാല ഫാക്ടറികളിലും സ്റ്റീം ലോക്കോമോട്ടീവുകളിലും ഉപയോഗിച്ചിരുന്ന തരം പിസ്റ്റണുള്ള സ്റ്റീം എഞ്ചിന്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ആദ്യം സ്റ്റീം എഞ്ചിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതിനുമുമ്പ് ഈ കളറുകളെക്കുറിച്ച്. ഇവിടെ ചുവപ്പും പിങ്കും ഓറഞ്ചും മഞ്ഞയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ മൊത്തം പിള്ളേർക്കുള്ള അനിമേഷൻ പോലെ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ടെമ്പറേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ സംഗതികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഓറഞ്ച് നല്ല ചൂട് വായുവിനെയും മഞ്ഞ ചൂട് കുറഞ്ഞ വായുവിനെ അല്ലെങ്കിൽ പുകയെയും സൂചിപ്പിക്കുന്നു. നീല ചൂട് കുറഞ്ഞ വെള്ളത്തിനെയും വയലറ്റ് തിളയ്ക്കുന്ന ബോയിലിംഗ് വാട്ടറിനെയും സൂചിപ്പിക്കുന്നു. പിങ്ക് സാധാരണ സ്റ്റീമിനെയും റെഡ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ ഈ സ്റ്റീം എഞ്ചിനിലെ ശരിക്കുള്ള എഞ്ചിൻ. ഈ സംഭവം മൊത്തത്തിൽ എഞ്ചിൻ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും പവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. സ്റ്റീം എഞ്ചിന്റെ ഈ ട്രേഡ് മാർക്ക് രൂപത്തിൽ കാണുന്ന സിലിണ്ടറിക്കൽ സംഗതി പ്രധാനമായിട്ടും ബോയിലറാണ്. വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കാനുള്ള ഭാഗം. അതിൽ നിറയെ പൈപ്പുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബോയിലറിൽ വെള്ളം തിളയ്ക്കാനുള്ള ചൂടുണ്ടാക്കുന്ന ഭാഗം, ഫയർ ബോക്സ്. നോർമൽ എഞ്ചിനിൽ കമ്പഷൻ ചേംബർ. പവർ ഉണ്ടാക്കുന്ന സിലിണ്ടറിന് പുറത്ത് കമ്പഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ചൂടിനെ ബോയിലറിലെ വെള്ളത്തിലെത്തിക്കാനാണ് ഈ പൈപ്പുകൾ. അതുകൊണ്ട് തന്നെ അതിന് ഫയർ ട്യൂബ്സ് എന്നാണ് പറയുന്നത്. ഈ ഫയർ ട്യൂബുകളിലൂടെ പോയി വെള്ളത്തിന് ചൂട് കൊടുത്തിട്ട് വരുന്ന വായുവിനെ കളക്ട് ചെയ്യുന്ന ഭാഗമാണിത്, സ്മോക്ക് ബോക്സ്. ഇവിടെ നിന്ന് ഈ ചിമ്മിനി വഴി പുക പുറത്തേക്ക് പോകും. ഇതിന് ഷേപ്പ് പോലെ തന്നെ ഡോം എന്നാണ് പേര്. സ്റ്റീം കളക്ട് ചെയ്ത് എഞ്ചിൻ സിലിണ്ടറിലെത്തിക്കുന്ന പൈപ്പും റെഗുലേറ്റർ വാലുമാണ് ഇതിനകത്ത്. ഏറ്റവും പിന്നിൽ ലോക്കോ പൈലറ്റിന്റെ ക്യാബിൻ. കൽക്കരി ഫർണസിലേക്ക് ഇടുന്നതും എഞ്ചിന്റെ എല്ലാവിധ കൺട്രോളുകളും അവിടെയാണ്. എഞ്ചിനിൽ ഇത് സിലിണ്ടറാണ്, അതിനുള്ളിൽ പിസ്റ്റൺ. പിസ്റ്റൺ ഒരു ഡിസ്ക് പോലെയാണ്. ഈ പിസ്റ്റണ് രണ്ട് വശത്തും ഫിക്സഡ് റോഡുകളുണ്ട്, പിസ്റ്റൺ റോഡ്സ്. എല്ലാ സ്റ്റീം എഞ്ചിൻ പിസ്റ്റൺസിനും ഇങ്ങനെ രണ്ടു വശത്തും റോഡ് ഉണ്ടാവില്ല. പക്ഷേ ഊട്ടി ട്രെയിനിന് അതുണ്ട്. പിസ്റ്റന്റെ ഈ ലിനിയർ മൂവ്മെന്റിനെ റൊട്ടേഷണൽ മൂവ്മെന്റ് ആക്കാൻ ഒരു ക്രാങ്ക് വേണമല്ലോ. ഇവിടെ അത് വീല് തന്നെയാണ്. ഇത് കണക്റ്റിംഗ് റോഡും. ഗിയർ ബോക്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ അതിനും മാത്രമുള്ള ടോർക്ക് ഈ സ്റ്റീം ഉണ്ടാക്കുന്നുണ്ട് എന്നത് തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സിലിണ്ടറിന് മുകളിലായി മൂവ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതാണ് ഈ എഞ്ചിനിലെ വാൽവ്. ഇതും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ കാണും പോലെ ഉള്ളതല്ല, സ്ലൈഡിംഗ് വാൽവാണ്. ഇംഗ്ലീഷ് അക്ഷരം ക്യാപിറ്റൽ ഡിയുടെ ഷേപ്പിലുള്ളതുകൊണ്ട് ഡി സ്ലൈഡ് വാൽവ് എന്നാണ് ഇതിന് പറയുന്നത്. ആ വാൽവ് ഇരിക്കുന്ന ഭാഗത്തിന് സ്റ്റീം ചെസ്റ്റ് എന്നാണ് പേര്. ചെസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, സ്ട്രോങ് ബോക്സ് എന്ന് പറയാം. ഹൈ പ്രഷർ സ്റ്റീം സിലിണ്ടറിൽ കയറുന്നതിന് മുമ്പ് വന്നു നിൽക്കുന്ന സ്ഥലമാണിത്. ടൺ കണക്കിന് വെയിറ്റുള്ള ട്രെയിനിനെ കയറ്റം വലിച്ചു കയറ്റാൻ കെൽപ്പുള്ള അത്രയും പ്രഷർ താങ്ങുന്നതാവണം ഇത്. അതിൽ ഈ കാണുന്ന ഹോൾ വഴിയാണ് സ്റ്റീം ഇങ്ങോട്ട് എത്തുന്നത്. ഈ രണ്ടും സ്റ്റീം സിലിണ്ടറിനുള്ളിലേക്കും പുറത്തേക്കും പോകാനുള്ള പോർട്ടുകളാണ്. ഇതുവഴിയാണ് യൂസ്ഡ് സ്റ്റീം പുറത്തേക്ക് പോകുന്നത്. ബാക്കിയൊക്കെ ഇതിന്റെ വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. ഈ സ്റ്റീം ഉണ്ടാക്കൽ തന്നെയാണ് സ്റ്റീം എഞ്ചിനിലെ ഏറ്റവും വലിയ പണി. ഇത്ര മാത്രമാണ് ഇത്ര വലിയൊരു സ്റ്റീം എഞ്ചിനിലെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു.
ബാക്കിയെല്ലാം വെള്ളം സ്റ്റോർ ചെയ്യാനും അത് തിളപ്പിക്കാനുള്ള ചൂടുണ്ടാക്കാനും അങ്ങനെയെല്ലാം ഉള്ള കണ്ടെയ്നറുകളും ഫർണസും ഒക്കെയാണ്. ബോയിലർ ഒരു വെറും വെള്ളം തിളപ്പിക്കൽ കണ്ടെയ്നർ അല്ല. തിളപ്പിച്ചുണ്ടാവുന്ന നീരാവിയെ വെളിയിൽ വിടുകയല്ലോ, അതിനെ അകത്ത് നിർത്തി ഹൈ പ്രഷർ ആക്കണം. അപ്പോൾ അതിൻ്റെ ആ വെരി ഹൈ പ്രഷറും ഇത് താങ്ങണം. വെറും 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചാൽ ഉണ്ടാവുന്നത് എത്ര ലിറ്റർ സ്റ്റീമാണെന്നറിയാമോ? 1700 ലിറ്റർ സ്റ്റീം. അതായത് വെള്ളം നീരാവിയാകുമ്പോൾ അതിന് വേണ്ട സ്പേസ് 1700 ഇരട്ടിയായി കൂടുകയാണ്. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഷർ 1700 ഇരട്ടിയായി വർദ്ധിക്കും. ഇത് തന്നെയാണ് പണ്ടുകാലത്ത് സ്റ്റീം ഇത്രയും പ്രിയപ്പെട്ട പ്രൊപ്പല്ലൻ്റ് ആവാനുള്ള കാരണവും. അപ്പോൾ അത്രയും പ്രഷർ താങ്ങാൻ കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ് ഈ ബോയിലർ. സ്റ്റീം പ്രഷർ 1500 PSI വരെ ആകാം. നമ്മൾ ബൈക്കിലും കാറിലും ഒക്കെ അടിക്കുന്നത് 25 മുതൽ 35 വരെ PSI ആണെന്ന് ഓർക്കണം. അപ്പോൾ ഈ ബോയിലറിൽ ഇത്ര വരെ വെള്ളം ഉണ്ടാവും. അതിന് മുകളിലുള്ള ഭാഗത്താണ് ഉണ്ടാവുന്ന സ്റ്റീം നിൽക്കുക. സ്റ്റീം പ്രഷർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എത്ര സ്ട്രോങ് കണ്ടെയ്നർ ആണെങ്കിലും അത് പൊട്ടിത്തെറിപ്പിക്കും. പണ്ടങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രഷർ ഒരു സേഫ് പരിധിയിൽ കൂടുതൽ ഉയരുമ്പോൾ അതിനെ പുറത്തേക്ക് കളയാനുള്ളതാണ് ഈ സേഫ്റ്റി വാൽവ്. പ്രഷർ കുക്കറിലെയൊക്കെ വെയിറ്റ് വാൽവ് കണ്ടിട്ടില്ലേ? അതിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും. ഇവിടെ വെയിറ്റ് അല്ല, സ്പ്രിംഗ് ലോഡഡ് ആണെന്ന വ്യത്യാസമുണ്ട്. ഡോമിലാണ് സ്റ്റീമിനെ സിലിണ്ടറിലേക്ക് എത്തിക്കുന്ന പൈപ്പിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ റെഗുലേറ്റർ വാൽവാണിത്. ഒരു കാരണവശാലും സ്റ്റീം അല്ലാതെ വെള്ളം ഈ പൈപ്പിലേക്ക് കയറാതിരിക്കാനാണ് ഇതിങ്ങനെ ഡോം ചെയ്ത് ഉയർത്തി വെച്ചിരിക്കുന്നത്. ഈ റെഗുലേറ്റർ വാൽവ് ലോക്കോ പൈലറ്റ് ക്യാമിൽ നിന്ന് കൺട്രോൾ ചെയ്യും. ടിപ്പിക്കൽ സ്റ്റീം എഞ്ചിനിൽ ഈ ഫയർ ബോക്സിൽ കൽക്കരിയാണ് കത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡീസലും ഫർണസ് ഓയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ബർണറുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൽക്കരി ഫയർ ബോക്സിൽ അടിയിൽ ഗ്രേറ്റ്സ് എന്ന് പറയുന്ന കട്ടിയുള്ള കാസ്റ്റ് അയൺ ഗ്രില്ലുണ്ട്. അതിന് പുറത്താണ് അത് കത്തിക്കുന്നത്. കത്തിക്കഴിഞ്ഞ ചാരം അടിയിലുള്ള ഈ ഭാഗത്ത് വീഴും. അതിന് ആഷ് പാൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഫയർ ബോക്സിലെ ഹീറ്റ് 1400 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും. ഈ ചൂട് മാക്സിമം എഫിഷ്യൻ്റായിട്ട് ബോയിലറിലെ വെള്ളത്തിലേക്ക് എത്തിക്കാനാണ് ഈ ഫയർ ട്യൂബുകൾ. വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള സർഫസ് ഏരിയ കൂട്ടുകയാണ് ചൂട് മാക്സിമം കൈമാറാൻ വേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയധികം പൈപ്പുകൾ കൊടുത്തിരിക്കുന്നത്. വെള്ളം അതിന് ചുറ്റും കിടന്ന് വളരെ വേഗത്തിൽ ചൂട് പിടിച്ച് തിളച്ച് നീരാവിയാകും. അതുപോലെ ഫയർ ബോക്സിൽ നിന്ന് നേരിട്ടും വെള്ളത്തിലേക്ക് ചൂടെത്തുന്നുണ്ട്. ഫയർ ബോക്സിന്റെ അടിവശം ഒഴിച്ചുള്ള 5 സൈഡുകളിലും വെള്ളം നിൽക്കുകയാണ്. ഫയർ ബോക്സിലേക്ക് എയർ കടന്നു വരുന്നത് ഇവിടെ അടിയിൽ ആഷ് പാൻ ഭാഗത്തുകൂടി ഗ്രേറ്റ്സ് വഴി കടന്നാണ്. അതിന് ഇവിടെയായി ഒരു ഡോറുണ്ട്, ഡാംബർ ഡോർ എന്ന് പറയും. അത് കൺട്രോൾ ചെയ്ത് തീയുടെ ശക്തി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫ്യൂൽ കത്തിക്കാൻ ഫ്രഷ് എയർ എന്തുമാത്രം അത്യാവശ്യമാണെന്ന് അറിയാലോ. അതിലെ ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ ഫ്യൂലിന് കത്താൻ കഴിയൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ത്രോട്ടിൽ വാൽവ് പോലെയാണ് ഇവിടെ ഈ ഡാംബർ ഡോർ. ഇവിടെയാണ് കൽക്കരി ഉള്ളിലേക്കിടുന്ന ഓപ്പണിംഗ്. ഈ കാണുന്നത് മൺകട്ട കൊണ്ടുള്ള ഒരു ആർച്ചാണ്. ഫ്രഷ് എയർ നേരെ കയറി മുഴുവൻ ചൂടാവാതെ ഫയർ ട്യൂബുകളിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ഇവിടെ നിന്ന് ഒരു കറക്കം കറങ്ങി മുഴുവൻ ചൂടും കൊണ്ട് മാത്രം ഫയർ ട്യൂബിലേക്ക് കയറിയാൽ മാത്രമേ സംഗതി എഫിഷ്യൻ്റ് ആകൂ. അങ്ങനെ ബോയിലറിൽ സ്റ്റീം ഉണ്ടാകുന്നു. അത് വളരെ വേഗത്തിൽ ഹൈ പ്രഷറിൽ എത്തുന്നു. അതെല്ലാം പല പ്രഷർ ഗേജ് വഴി ലോക്കോ പൈലറ്റിന് അറിയാം. അയാൾ ഈ റെഗുലേറ്റർ വാൽവ് ഓപ്പൺ ചെയ്ത് സ്റ്റീമിനെ സിലിണ്ടറിലേക്ക് എത്തിക്കാനുള്ള വഴി തുറക്കുന്നു. പക്ഷേ ആ പൈപ്പ് വീണ്ടും ഫയർ ട്യൂബുകളിലേക്ക് കയറി ഇറങ്ങുന്നത് കണ്ടല്ലോ, ഈ സ്റ്റീമിനെ വീണ്ടും ചൂടാക്കാൻ വേണ്ടിയാണത്. അങ്ങനെ വെള്ളം ബോയിലിംഗ് പോയിന്റിലെത്തി നീരാവിയായ വെറും സ്റ്റീമിനെ വീണ്ടും ചൂട് കൊടുത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കുകയാണ്. അതെന്തിനാണെന്നല്ലേ? നോർമൽ സ്റ്റീമിൽ സ്റ്റീമിനൊപ്പം വെള്ളത്തിന്റെ തന്നെ തുള്ളികളും ഉണ്ടാവും. അതായത് വെറ്റ് സ്റ്റീം എന്ന് പറയാം. അത് സിലിണ്ടറിനുള്ളിൽ പെട്ടെന്ന് കണ്ടൻസ് ചെയ്ത് വെള്ളമായി മാറുകയും പിന്നെ അതിനെ സിലിണ്ടറിൽ നിന്ന് ഇടയ്ക്കിടെ ഡ്രെയിൻ ചെയ്ത് കളയേണ്ട അവസ്ഥയും വരും. മാത്രമല്ല പിസ്റ്റന്റെയും വാൽവിന്റെയും ലൂബ്രിക്കേഷനും അത് കഴുകിക്കളയും. അതുമല്ല, സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിസ്റ്റണിൽ വെള്ളത്തുള്ളികൾ ഇടിക്കുന്നത് അതിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരി സ്റ്റീമിന്റെ ഒരു ഭാഗം വെള്ളമായി മാറിയാൽ എഞ്ചിൻ പവർ കുറയും. അപ്പോൾ സ്റ്റീമിനെ വീണ്ടും ചൂടാക്കി അതിലുള്ള ജലകണങ്ങളെ പൂർണ്ണമായും വേപ്പറാക്കി ഡ്രൈ സ്റ്റീം ആക്കി മാറ്റാനാണ് ഈ സൂപ്പർ ഹീറ്റിംഗ് പരിപാടി. അത്ര പെട്ടെന്ന് കണ്ടൻസ് ആവാതിരിക്കാനും സ്റ്റീമിനെ കൂടുതൽ എക്സ്പാൻഡ് ആക്കാനും ഇതിലൂടെ കഴിയും. ഇവിടെ പിങ്കിൽ നിന്ന് റെഡായി കാണിക്കുന്നത് 2 സ്റ്റീമിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം വന്ന് സ്റ്റീം ചെസ്റ്റിൽ കയറുന്നു. അവിടുന്ന് തുറന്നിരിക്കുന്ന പോർട്ട് വഴി സിലിണ്ടറിനുള്ളിലേക്ക്. ആ സ്റ്റീമിന്റെ ശക്തിയിൽ പിസ്റ്റൺ മറുവശത്തേക്ക് തള്ളപ്പെടുന്നു. അത് പിസ്റ്റൺ റോഡ് വഴി കണക്റ്റിംഗ് റോഡ് വഴി വീലിലേക്ക് എത്തുന്നു. വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒപ്പം വാൽവ് മുകളിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ മൂവ്മെന്റും പിസ്റ്റൺ റോഡിന്റെയും ക്രാങ്ക് വീലിന്റെയും ഒക്കെ കൺട്രോളിലാണ് ടൈമിംഗ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പിസ്റ്റൺ മൂവ്മെന്റിനെ അപേക്ഷിച്ച് കുറച്ച് എക്സെൻട്രിക് ആണ്. അതിന്റെ ലിങ്കേജസ് അനിമേഷൻ ചെയ്യാനുള്ള താമസം കൊണ്ട് അത് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ഇതുപോലുള്ള ലിങ്കേജസ് അതിലേക്കും ഉണ്ട് എന്ന് ഓർത്താൽ മതി. അപ്പോൾ പിസ്റ്റൺ ഒരു വശത്തെത്തുമ്പോൾ വാൽവ് ആ ഭാഗത്തെ പോർട്ട് ഓപ്പൺ ചെയ്യുകയും സ്റ്റീം ചെസ്റ്റിൽ നിന്ന് അതിലൂടെ സ്റ്റീം സിലിണ്ടറിലേക്ക് പിസ്റ്റന്റെ മറുവശത്ത് വരികയും പിസ്റ്റനെ തിരിച്ചു തള്ളുകയും ചെയ്യും. വാൽവ് അപ്പോൾ യൂസ്ഡ് സ്റ്റീം പുറത്തേക്ക് പോകാനുള്ള നടുവിലെ പോർട്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഇടതുഭാഗത്തുള്ള ആ സ്റ്റീം അതുവഴി സ്മോക്ക് ബോക്സിലേക്കും അതുവഴി പുറത്തേക്കും പോകും.
വാൽവിന്റെ ഡി ഷേപ്പ് എന്തിനു വേണ്ടിയായിരുന്നു എന്നിപ്പോൾ മനസ്സിലായല്ലോ. വാൽവിനകത്തുകൂടി എക്സോസ്റ്റിലേക്ക് യൂസ്ഡ് സ്റ്റീമിനെ അല്ലെങ്കിൽ ലോ പ്രഷർ സ്റ്റീമിനെ നയിക്കാൻ വേണ്ടി. വീണ്ടും മറുസൈഡിൽ പിസ്റ്റൺ എത്തുമ്പോൾ യൂസ്ഡ് സ്റ്റീം പോയിരുന്ന പോർട്ട് സ്റ്റീം ചെസ്റ്റിലേക്ക് തുറക്കുകയും ഹൈ പ്രഷർ സ്റ്റീം അതുവഴി പിസ്റ്റന്റെ ആ സൈഡിലേക്ക് കയറി വരികയും ചെയ്യും. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ലോ പ്രഷർ സ്റ്റീം അതുവഴി പോവുകയും ചെയ്യും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പിസ്റ്റന്റെ രണ്ടു വശത്തും പവർ ഉൽപ്പാദിപ്പിക്കുന്ന ടൈപ്പ് സ്റ്റീം എഞ്ചിന് ഡബിൾ ആക്ടിംഗ് എഞ്ചിൻ എന്ന് പറയും. പിസ്റ്റന്റെ ഓരോ സ്ട്രോക്കിലും പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ. സ്റ്റീം പവർ കൂടുന്തോറും പിസ്റ്റണിലെ തള്ളൽ കൂടും, പിസ്റ്റൺ വീലിൽ കൊടുക്കുന്ന ടോർക്കും കൂടും. മുന്നിലെ ഒരു വീലിലേക്കാണ് പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിന്റെ കണക്ഷൻ. പക്ഷെ അതിൽ നിന്ന് പിന്നിലെ രണ്ടാമത്തെ ഡ്രൈവ് വീലിലേക്ക് ഒരു കപ്ലിംഗ് റോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലുള്ളതുപോലെ തന്നെ ഒരു സിലിണ്ടർ അപ്പുറത്തുണ്ടാവും. അപ്പുറത്തെ സൈഡിലെ ഡ്രൈവ് വീലുകളെ ഇതുപോലെ തന്നെ കറക്കും. പിന്നെ ഇത്തരത്തിൽ സ്റ്റീമിനെ ഒരു സിലിണ്ടറിൽ കയറ്റി ഇറക്കി പിന്നെ വെളിയിൽ കളയുന്ന ടൈപ്പ് സ്റ്റീം എഞ്ചിന് സിമ്പിൾ സ്റ്റീം എഞ്ചിൻ എന്ന് പറയും. പക്ഷേ കോമ്പൗണ്ട് സ്റ്റീം എഞ്ചിൻ എന്ന മറ്റൊരു ടൈപ്പും ഉണ്ട്. അതിൽ ഇങ്ങനൊരു സിലിണ്ടറിൽ കയറി ഇറങ്ങുന്ന ലോ പ്രഷർ സ്റ്റീമിനെ മറ്റൊരു വലിയ സിലിണ്ടറിൽ കൂടി കയറ്റി അതിൽ നിന്നും വീണ്ടും എനർജി എടുത്തിട്ടാണ് പുറത്ത് കളയുന്നത്. മാക്സിമം എനർജി ഊറ്റിയെടുക്കുന്നു എന്ന് പറയാം. ഇതിലിപ്പോൾ 2 ഡ്രൈവിംഗ് വീലുകളും 2 ഫ്രീ റൊട്ടേറ്റിംഗ് വീലുകളും കാണുന്നുണ്ടല്ലോ. അപ്പോൾ 2 വശത്തും കൂടി മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 2 ഫ്രീ വീൽസ് അല്ലെങ്കിൽ ലീഡിംഗ് വീൽസ്, 4 ഡ്രൈവിംഗ് വീൽസ്, പിന്നെ പിന്നിൽ 2 ഫ്രീ വീൽസ് അഥവാ ട്രെയിലിംഗ് വീൽസ്. 2, 4, 2 ഇങ്ങനെയാണ് സ്റ്റീം എഞ്ചിനുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. എത്ര വീലുകൾ അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നോക്കിയിട്ട്. ഊട്ടി എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ 082 എന്നാണ്. അതായത് ഫ്രണ്ടിൽ ഫ്രീ വീൽ ഇല്ല, 2 വശത്തും കൂടി 8 ഡ്രൈവിംഗ് വീൽസ്, 4 ആക്സിൽസിലായി 2 ട്രെയിലിംഗ് വീൽസ്. അതിൽ ടി എന്നൊരു ലെറ്റർ കൂടി അവസാനമുണ്ട്, 082T. ആ ടി ടാങ്ക് എന്നതിന്റെ ഇൻഡിക്കേഷൻ ആണെന്ന് ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു. അതാണ് ശരി. എഞ്ചിനൊപ്പം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് കൂടി ഉള്ളതിനാണ് ഈ ഒരു ടീയും കൂടി ഉൾപ്പെടുത്തുന്നത്. ബോയിലറിൽ അത്രയ്ക്കൊന്നും വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, കാരണം അതിൽ ഏതാണ്ട് നിറയെ ഫയർ ട്യൂബുകളാണ്. അതുപോലെ അതിലെ വാട്ടർ ലെവൽ അധികം കുറയാനും പാടില്ല. അപ്പോൾ ആ ലെവൽ കീപ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളം സെപ്പറേറ്റ് ടാങ്കുകളിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നോർമലി അതിന് എഞ്ചിന്റെ പിന്നിൽ ഒരു ടാങ്കർ ബോഗി ഉണ്ടാവും, കൽക്കരിയും അതിൽ സൂക്ഷിക്കും. അതിന് ടെൻഡർ എന്ന് പറയും. പക്ഷെ ചില എഞ്ചിനുകളിൽ ഇങ്ങനെ ബോയിലറിന് 2 വശത്തുമായോ മുകളിലായോ അടിയിലായോ ഒക്കെ ടാങ്ക് അറ്റാച്ച് ചെയ്ത് വെള്ളം ലോഡ് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് ബോഗി കൂടി വലിക്കണ്ട. നമ്മുടെ നീലഗിരി എക്സ് ക്ലാസ് എഞ്ചിനിൽ ഇതാണ് ടാങ്ക്. ഇങ്ങനെ 2 വശത്തും ഉണ്ട്. സൈഡ് ടാങ്ക് എഞ്ചിൻ എന്നാണ് ഈ ടൈപ്പിന് പറയുക. ടാങ്കിൽ നിന്ന് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്താണ് ബോയിലറിനുള്ളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. കാരണം ബോയിലറിനുള്ളിൽ ഹൈ പ്രഷറാണ്. ഏറ്റവും പവർഫുള്ളായ സ്റ്റീം എഞ്ചിന്റെ കാര്യം കൂടി ഇതിൽ പറയേണ്ടതാണല്ലോ. ഇവനാണ് ഇപ്പോഴും സർവീസിലുള്ള ഏറ്റവും പവർഫുള്ളായ സ്റ്റീം എഞ്ചിൻ. അമേരിക്കനാണ്. ബിഗ് ബോയ് 4014 എന്നാണ് പേര്. 4884 16 ഡ്രൈവിംഗ് വീലുകളും 4 എഞ്ചിനുമായിട്ട് ഒരു ഭീമൻ. 1941 യൂണിയൻ പസഫിക് എന്ന റെയിൽ കമ്പനിക്ക് വേണ്ടി അമേരിക്കൻ ലോക്കോമോട്ടീവ് കമ്പനി മാനുഫാക്ചർ ചെയ്തതാണിത്. 3600 ടൺ വലിക്കാൻ കപ്പാസിറ്റിയുള്ള എഞ്ചിൻ. 691 ടൺ ആണ് എഞ്ചിന്റെ തന്നെ വെയിറ്റ്. ഫ്യൂലും വാട്ടറും കൊണ്ടുപോകുന്ന 14 വീലുള്ള 194 ടൺ വെയിറ്റുള്ള ഒരു ടെൻഡറും ഉണ്ട് കൂടെ. 25,000 ലിറ്റർ വെള്ളമാണ് അതിൽ ക്യാരി ചെയ്യുന്നത്. ആളൊരു ഭീകരനാണ്. അപ്പോൾ സ്റ്റീം എഞ്ചിന്റെ വർക്കിങ്ങിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.